ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ പിന്നെ അപ്പപ്പോ പ്രതികരണം എന്ന രീതി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണറെ പ്രസംഗം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ തൊഴിലില്ലായ്മയിൽ വ്യവസായ വകുപ്പ് വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണ്. ആ വക കാര്യങ്ങളാണ് ഇപ്പോൾ പ്രയോറിറ്റി. അപ്പോൾ അതിൽ വളരെ നല്ല തീരുമാനങ്ങളും കൂട്ടായ ശ്രമങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ വ്യവസായ സൗഹൃദമല്ല കേരളം കുറെ കാലമായിട്ടുള്ള പരാതിയാണ്. അതിലെന്താണ് വ്യവസായ വകുപ്പ് ചെയ്യാൻ പോകുന്നത്? അത്തരത്തിലുള്ള പരാതികളൊക്കെ പരിഹരിക്കും. അതാണ് അത് പിന്നെ കേരളം വ്യവസായ സൗഹൃദം തന്നെയാണ്. ചില പൊല്യൂട്ടിങ് അതുപോലെ തന്നെ വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം വ്യവസായങ്ങൾ തിക്കലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ കാലഘട്ടം വ്യവസായ മേഖലയിൽ ടെക്നോളജിക്കൽ ചേഞ്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന് അനുയോജ്യമായ പല മേഖലകളുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി, അതുപോലെ പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. അതിലൊക്കെ കേരളത്തിന് വലിയ ശക്തിയുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരുപാട്, എന്നാൽ തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിനെ സംബന്ധിച്ച് പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലകളിലും പ്രയോഗിക്കാവുന്ന ഒന്നാണ്. അതിപ്പോ കമ്പ്യൂട്ടർ ടെക്നോളജിയൊക്കെ വന്ന് അതിന്റെ ഉപയോഗം വിവിധ മേഖലകളിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ആ ഇനീഷ്യൽ പ്രയാസങ്ങളൊക്കെ തൊഴിൽ നഷ്ടം ഉണ്ടാവുമോ എന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ആ ടെക്നോളജി തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പിന്നെ ഐ.ടിയിൽ കണ്ടത്. ഐ.ടി തുടക്കത്തിൽ ആളുകളുടെ ജോലിയൊക്കെ പോവും, കമ്പ്യൂട്ടർ ജോലിയൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പൊ വരുന്ന ജോലി മുഴുവൻ ആ മേഖലയിലല്ലേ എന്ന് പറഞ്ഞതുപോലെ പുതിയ ടെക്നോളജി വരുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ. പഴയ ടെക്നോളജി ആരും ഉപയോഗിക്കൂല. ഇപ്പൊ മണ്ണെണ്ണ ഒഴിച്ചുള്ള ബസ് ആരെങ്കിലും ഓടിക്കോ? ഇല്ലല്ലോ. അതിന്റെ ടെക്നോളജി ചേഞ്ച് വരുമ്പോൾ ഇപ്പോൾ പെട്രോൾ ഡീസൽ തന്നെ വേറെ എനർജിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെക്നോളജികൾ ചേഞ്ച് വരുമ്പോൾ തൊഴിലവസരങ്ങൾ അവിടെ വരുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയാനുള്ളത് അതാണ്. കേരളം ഒരുപാട് ഇത്തരം ടെക്നോളജിക്കൽ ചേഞ്ച് വന്ന വ്യവസായങ്ങൾക്ക് സാധ്യത ഉള്ളതാണ്. ഈ പുതിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങുമ്പോൾ കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരെ പേപ്പർ വർക്ക്. അല്ല, അത് എല്ലാ കാലത്തുള്ളതാണ്. അത് എല്ലാ കാലത്തുള്ളതാണ്. പ്രൊസീജിയറിൽ പിന്നെ ഡിലേ കുറക്കണം എന്നുള്ളത് തീർച്ചയായും കഴിഞ്ഞ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫർദറായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കും. ഓക്കെ.